കൊച്ചി നെടുമ്പാശ്ശേരിയിൽ ഗുണ്ടാ നേതാവ് വെട്ടേറ്റ് മരിച്ചു. തുരുത്തിശ്ശേരിയിലെ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ റോഡിൽ വെച്ചാണ് വെട്ടിക്കൊന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിനു. ഉമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഉമേഷ്, എപ്പോഴാണ് സംഭവം? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നെടുമ്പാശ്ശേരിയിൽ ഗുണ്ടാ നേതാവ് വെട്ടേറ്റ് മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. തിരുത്തിശ്ശേരിയിലെ വിനു വിക്രമനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിനു. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ ഗുണ്ടകൾ തമ്മിലുള്ള പൊടിപ്പകയാണ് ഈ വിനു വിക്രമന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കുറുമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, കുറുമശ്ശേരി ജംഗ്ഷന് സമീപം വെച്ച് ഈ കൊലപാതകം ഉണ്ടായത്. ഈ തിരുത്തിശ്ശേരിയിലെ വിനു വിക്രമൻ എന്ന ഗുണ്ടാ നേതാവിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാളെ ബാറിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയ ശേഷമായിരുന്നു ഈ ജംഗ്ഷനിലെത്തിച്ച് കൊലപ്പെടുത്തിയത്. ഈ വിനുവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട വിനു വിക്രമൻ. അതായത് 2019 അത്താണിയിൽ ഗില്ലാപ്പി എന്നറിയപ്പെടുന്ന ബിനോയ് എന്ന ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്ന കേസിലെ 1ാം പ്രതിയാണ് ഈ വിനു വിക്രമൻ. സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള പൊടിപ്പക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാളെ ഇന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എത്ര പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് ഇതിൽ മുഴുവൻ പ്രതികൾ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന്